വിവിധ പ്രവാസി മലയാളി സംഘടനകളുടെ പ്രതിനിധികൾ കൊച്ചിയിൽ യോഗം ചേർന്ന് യുണൈറ്റഡ് പ്രവാസി അലയൻസ് എന്ന പേരിൽ ഏകോപന സമിതി രൂപീകരിച്ചു. 25-ലധികം സംഘടനകൾ പങ്കെടുത്തു. കൂടുതൽ സംഘടനകളെ ഉൾക്കൊള്ളിച്ച് സമിതി വിപുലമാക്കും. സംസ്ഥാന ബജറ്റിൽ ഇടതുമുന്നണി വാഗ്ദാനമായ പ്രവാസി പെൻഷൻ 5000 രൂപയായി വർദ്ധിപ്പിക്കണമെന്നും പ്രവാസ ജീവിതം കഴിഞ്ഞ് തിരികെ വന്ന 60 വയസ്സ് കഴിഞ്ഞവർക്ക് പെൻഷൻ നടപ്പാക്കണമെന്നും പ്രവാസികാര്യ വകുപ്പിനുള്ള ബജറ്റ് വിഹിതം 2000 കോടിയായി വർദ്ധിപ്പിക്കണമെന്നും യുണൈറ്റഡ് പ്രവാസി അലയൻസ് ആവശ്യപ്പെട്ടു. ഇന്നത്തെ തീരുമാനമനുസരിച്ച് വരുന്ന ബജറ്റ് സമ്മേളനത്തിൽ തന്നെ സർക്കാരുമായി പ്രവാസി പെൻഷൻ ഉൾപ്പെടെ 60 വയസ്സ് കഴിഞ്ഞവർക്കുള്ള പെൻഷൻ ഈ വിഷയങ്ങളിൽ തീരുമാനമുണ്ടാവുന്ന തരത്തിലേക്ക് എത്തുന്നതിന് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്നതിന് തീരുമാനമെടുത്തിട്ടുണ്ട്. വിവിധ പ്രവാസി മലയാളി സംഘടനകളുടെ പ്രതിനിധികൾ കൊച്ചിയിൽ യോഗം ചേർന്നാണ് യുണൈറ്റഡ് പ്രവാസി അലയൻസ് രൂപീകരിച്ചത്. 25-ലധികം സംഘടനകളാണ് യോഗത്തിൽ പങ്കെടുത്തത്. ഇങ്ങനെ ഒരു നല്ല സംരംഭം തുടങ്ങുവാൻ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും കാണിച്ച ഒരു മനസ്സ് ഗൾഫ് മലയാളി റിട്ടേൺ അസോസിയേഷൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ ഞാൻ അഭിനന്ദിക്കുന്നു. എല്ലാവരുടെയും ഒരു കൂട്ടായ്മയിൽ പ്രവാസികൾക്ക് ഇന്ന് കിട്ടുന്നതിലും നല്ല രീതിയിൽ എന്തെങ്കിലുമൊക്കെ പ്രയോജനങ്ങൾ ഉണ്ടാകാൻ ഉതകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. യുണൈറ്റഡ് പ്രവാസി അലയൻസിന്റെ ഭാരവാഹികളായി ദിനേശ് ചന്ദനയെ പ്രസിഡന്റായും, സുനിൽ ഖാൻ, സലിം പള്ളിവിള, പ്രേംസൻ കായംകുളം എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും, ഗുലാം ഹുസൈനെ ജനറൽ സെക്രട്ടറിയായും, ബാവിസ് വിജയൻ, പൃഥ്വിരാജ് നാറാണത്ത്, CP രാജശേഖരൻ നായർ എന്നിവരെ സെക്രട്ടറിമാരായും, NC അബ്ദുൽ സത്താർ നരിക്കുനിയെ ട്രഷററായും തെരഞ്ഞെടുത്തു. ഈ ഒരു ഓർഗനൈസേഷൻ അതിൻ്റെ എല്ലാവിധ നന്മകളും ഉൾക്കൊണ്ടുകൊണ്ട്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.